അമ്മയും കുഞ്ഞൊക്കെ വരുമ്പോഴത്തേന് പൂജയൊക്കെ തുടങ്ങാന്ന് പറഞ്ഞ് പുരോഹിതൻ പൂജയൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അനി മെല്ലെ അയാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ സമയം കൂടെ ഒന്ന് നോക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അയാളാണെങ്കിലും അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് അനി പറയുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോൻ്റെ ഭാര്യേനോടൊരു സ്നേഹമില്ല, എപ്പോഴും അടിയും വഴക്കുമാണ്, മോനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ പുരോഹിതനും പറയുന്നുണ്ടായിരുന്നു, സാറെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മോൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു പൂരപ്പറമ്പാണെന്നുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെറുതെ വഴിയിലൂടെ നടന്നു പോയാലും അടി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ആദർശിനാണെങ്കിൽ കണ്ടകശനി, എനിക്കാണെങ്കിൽ ഏഴര ശനിയാണെന്നാണ് കേട്ടോ പുരോഹിതൻ പറയുന്നത്. അതുകൊണ്ട് വെറുതെ വഴിയിലൂടെ പോയാൽ മതി, എപ്പോഴും അടി കിട്ടും, സൂക്ഷിച്ച് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അജയൻ വന്നിട്ട് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനിയനോട്, മിക്കവാറും നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും നിനക്ക് അടി കിട്ടാൻ പോകുന്നത്, അവൾ വൈകാതെ എസ് ഐ ആവുമല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവിയും കുഞ്ഞൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യേനെയും കുഞ്ഞിനെയും അബീനെയും പുറത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളവരോടൊക്കെ കയറി വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആരതി ഒഴിഞ്ഞിട്ട് വേണമല്ലോ നവ്യേനെയും കുഞ്ഞിനെയൊക്കെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജയനത് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യമുള്ളവർ ആരതി ഒഴിഞ്ഞാൽ മതി എന്ന് നേരത്തെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജലജ ഒഴിയേണ്ട, ദേവയാനി ഒഴിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവയാനിയോട് ജലജ ആരതി തട്ടെടുക്കാൻ പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നീയല്ല ദേവയാനിയാണ് ആരതി ഒഴിയേണ്ടതെന്ന് പറയും. അപ്പോൾ ഞാനല്ലേ അവളുടെ അമ്മായിയമ്മ എന്ന് ജലജ ചോദിക്കും. അപ്പോൾ പുരോഹിതൻ പറഞ്ഞത് മൂത്ത മരുമകൾ ആരതി ഒഴിഞ്ഞാൽ മതി എന്നാണെന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ ദേവയാനി ചെന്നിട്ട് ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയനിയാണെങ്കിലും അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചന്തുമോളും ആദർശേട്ടനും എവിടെയെന്ന് ചോദിക്കും. മോള് മുകളിലുണ്ട്, ആദർശേട്ടൻ പുറത്ത് പോയതാണെന്ന് അനി പറയൂ കേട്ടോ. പിന്നീട് നവ്യനോടും കുഞ്ഞിനോടും അതുപോലെ തന്നെ അബീനോടും കൂടെ പുരോഹിതൻ്റെ അടുത്ത് വന്ന് അവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പുരോഹിതനും കുറച്ച് പൂജ എന്തൊക്കെ ചെയ്തിട്ട് പിന്നീട് ആരതി ഉഴിയാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആരതി ഉഴിയുന്നതിൻ്റെ ഇടയിൽ ആരതിയുടെ ആ ഇതങ്ങ് കെട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഭാര്യേനോടും കുഞ്ഞിനോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അബീനോട്. ഇപ്പോഴും മനസ്സ് ശരിയല്ലല്ലേ എന്ന് പറഞ്ഞാണ് കേട്ടോ അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ അബി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. പിന്നീട് അയാൾ വീണ്ടും ആ കർപ്പൂരം കത്തിച്ച് വീണ്ടും ആരതി ഒഴിയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പറയും, നല്ല കാറ്റുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ പൂജയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിളക്കൊക്കെ അണഞ്ഞു പോവാറുണ്ട്, പക്ഷേ ഇവിടെ കാറ്റൊന്നുമില്ല, എന്നിട്ടും ആരതിയിലെ ആ ദീപം അണഞ്ഞു പോയി, അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ പറയും. പുരോഹിതന് വേറെ 2-3 സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പോകുന്ന സമയത്ത് നവി ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അബി, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി നവീനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ, അയാൾക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അയാളും അങ്ങ് പോയി കഴിയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, അയാളെന്താ മറച്ച് പിടിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതാരാന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പം നയന പറയും, ഇവിടെ ഒരു മോളുണ്ട്, ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് കനകയും ഗോവിന്ദനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെയോ ഞങ്ങൾ അറിയാതെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുപോലെയായിരുന്നു ജലജ അവിടെ വന്ന സമയത്തുള്ള ജലജയുടെ സംസാരമൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മോളുണ്ട്, എന്തായാലും മോള് നയന മോള് കുഞ്ഞിനെയും കൊണ്ട് വരട്ടെ, അവൾ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിലും കേട്ടോ. അതിനെ പിന്നെ ചന്തുമോളെ എടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ്. മോളെന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നത്, മോൾക്കും അവിടേക്ക് വന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് മുത്തശ്ശി ഇവിടെ ഇരിക്കാൻ പറഞ്ഞാണെന്ന് പറയും കേട്ടോ. ഞാൻ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും വഴക്ക് പറയുമോ എന്നൊക്കെ ചന്തുമോൾ ചോദിക്കുമ്പോൾ ആരും വഴക്ക് പറയില്ല കേട്ടോ, ഇനിയിപ്പോൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ബാക്കി നയനാമ്മ നോക്കിക്കോളാം, നയനാമ്മ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നവി ഈ സമയത്ത് അബീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ആദർശേട്ടൻ എവിടെ പോയി കിടക്കുക എന്ന് ചോദിക്കും കേട്ടോ. പിന്നെ ഇവിടെ ആൾ കൂടും എന്നറിഞ്ഞുകൊണ്ട് ആദർശേട്ടൻ മാറി നിൽക്കാവോ എന്നാണ് എൻ്റെ സംശയം. നബി പറയുമ്പോൾ അതിനെ സാധ്യതയുള്ളൂ എന്ന് നവ്യം പറയാണ്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, ഗോവിന്ദ നീ ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ, ഇതിങ്ങനെ മറച്ചു വെക്കണം എന്ന് വിചാരിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ലൊരു കാര്യം നടക്കല്ലേ, അതുകൊണ്ടാണ്, എന്തായാലും ഇനിയിപ്പോൾ എല്ലാം തുറന്നു പറയാം, നയനമോൾ തന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന ചന്തുവിനെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ചന്തുമോളെ അവിടെ കൊണ്ടിരുത്തിയിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇതാണ് ചന്തുമോള്, ഈ കുട്ടീനെ മുത്തശ്ശനും അതുപോലെ തന്നെ ആദർശേട്ടനും കൂടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനെന്തിനാ ഇതിനെ മറച്ചു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ കനക ചോദിക്കുകയാണ്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു, അതിനൊരു കാരണം ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്ത് കാരണം എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, ഇത് ആദർശിൻ്റെ കുട്ടിയാണ്, ആദർശിൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുട്ടിയാണെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ആകെ ഷോക്ക് ആവുന്നുണ്ട്. കനക ഇരുന്നിടത്ത് നിന്ന് എണീക്കുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ
അതുപോലെ തന്നെ കനകയും പറയാണ് ട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് നയന കനകേനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. പിന്നീട് ഗോവിന്ദനോട് മുത്തശ്ശൻ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ട്ടോ. മോളുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ആൾ മരിച്ചിട്ടില്ല, കോമ സ്റ്റേജിലാണ്. അന്ന് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ പറഞ്ഞത് ആദർശിൻ്റെ കുട്ടിയാണ് ചന്തുമോള് എന്നുള്ളതാണ്. ആ ആരോപണങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ തിരികെ വരാൻ തുടങ്ങിയതാണ് മോളെ ഏറ്റെടുക്കാതെ. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ പോരാൻ നിൽക്കുന്ന സമയത്ത് മോള് വന്ന് ആദർശിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് മോളെ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് കൂടെ കൂട്ടിയത് എന്ന് പറയാൻ ട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ എന്തോ പെട്ടെന്ന് എന്തോ സങ്കടം ഒക്കെ വന്ന് ആ സോഫയിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ഓടി ചെല്ലും കേട്ടോ. എന്താ അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോൾക്കിത് നേരത്തെ അറിയായിരുന്നു അല്ലേ എന്നിങ്ങനെ നവ്യനോടും ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു, അബി ഇടയ്ക്ക് വന്നപ്പോൾ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജാനകിയും ജലജയ്ക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര ചിരിച്ച് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും കനകേനോട് പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടനൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയും കേട്ടോ. നമ്മൾ ഈ സമയത്ത് ആദർശേട്ടൻ്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത്, എനിക്ക് ആദർശേട്ടനെ നല്ല വിശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നാലും കനക പറയുന്നുണ്ടായിരുന്നു, എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ, ഞങ്ങൾ ആദർശ് മോനെ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത്, അബിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളത് വിശ്വസിച്ചേനെ, ആദർശ് മോനെ ഞങ്ങൾ ഇങ്ങനെയല്ല കരുതിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ്. അപ്പോഴേക്കും ജലജ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ജലജയാണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, നീ നിന്റെ ഭർത്താവിനെ വെള്ള പൂശാൻ നിൽക്കണ്ട, നീ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തായാലും ചന്തുമോൾ ആദർശിൻ്റെ കുട്ടി തന്നെയാണ് എന്നങ്ങ് തറപ്പിച്ചങ്ങ് പറയുകയാണ് കേട്ടോ. പിന്നീട് അബിയും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് ഒരു തെറ്റ് പറ്റി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ഇത് പുറത്താരും അറിഞ്ഞിട്ടില്ല, ഈ വീട്ടിലുള്ളവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഇതൊരു വലിയ വീടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല, ഇനിയിപ്പോൾ നമ്മളായിട്ട് അത് പറഞ്ഞ് നടന്ന് ഇങ്ങനെ സ്വയം നാറാൻ നിൽക്കേണ്ട അമ്മേ എന്നൊക്കെ ഇങ്ങനെ കനകേനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നീ ഒന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശി ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്ന ചടങ്ങിലൊക്കെ സന്തോഷത്തോടു കൂടി പങ്കെടുത്ത് തിരികെ പോകാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും പിന്നീട് കനകേനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ആദർശേട്ടന് ഒരു തെറ്റ് പറ്റി, ഒരു കുട്ടീനെയല്ല ഒരു 19 കുട്ടികളെ നോക്കാനുള്ള ആസ്തി മുത്തശ്ശനുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോഴും കനകയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, നയനയോട് കനക ചോദിക്കുന്നുണ്ട് കേട്ടോ, ആദർശ് മോൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഗോവിന്ദനും ആകെ സങ്കടപ്പെട്ട് അവിടെ വന്ന് ചാരി ഇങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി അച്ഛാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന ഓടിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ ഇങ്ങനെ, എന്താ മോളെ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കും. അമ്മേനോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് അച്ഛനോടും പറയാനുള്ളത്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഈ സമയത്ത് നമ്മൾ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ചന്തുമോളെ ഇനിയിപ്പോൾ അങ്ങനെ ആദർശ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ചന്തുമോളെ സ്വന്തം മകളായിട്ട് തന്നെയാണ് വളർത്തുന്നത്, അവളെ വിട്ട് കളയാൻ പറ്റില്ല എന്നൊക്കെ തന്നെയാണ് നയന പറയുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ ഒരു ചർച്ച എന്ന് ചോദിച്ച് മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു, ആദർശ് ഇങ്ങനെ തെറ്റ് ചെയ്യില്ല, ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അവൻ്റെ കൂടെ നിൽക്കില്ല, അവനെ ആരോ ചതിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ചതിച്ചതാണെങ്കിൽ അത് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദനാണെങ്കിലും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ചന്തുമോള് വന്ന ശേഷം വീടാകെ ഒന്ന് മാറിയിട്ടുണ്ട്, ഇനിയിപ്പോൾ മോളെ വിട്ട് കളയാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നീട് ആദർശ് DNA റിസൾട്ടും പിടിച്ച് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.